രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറാൻ സാധ്യതയുള്ള നിർദ്ദിഷ്ട ചേലാട് സ്പോർട്സ് കോംപ്ലക്സ് ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം വൈകുന്നതിന്റെ കാരണം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് മുൻ മന്ത്രി ടി.യു. കുരുവിള. ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഇന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് വളരെയേറെ ഭീകരമായ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ പാർട്ടികളും ഉൾക്കൊള്ളുന്നതാണ് സഭ. ആ സഭയെ ഒരു പ്രത്യേക പാർട്ടിയോട് കാണിക്കുന്നില്ല. ഇടതുപക്ഷത്തിനോടൊരു കൂടുതലായിട്ടില്ല. പ്രതിപക്ഷം സഹായിച്ചെങ്കിലും അവർ സഹായിച്ചതിന് നന്ദി. പക്ഷേ ഒരു വേറെ സഭയിൽ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സഭ. ആ സഭയിൽ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്നതാണ് സഭ. അതാണ് ബാബ എന്താത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഒന്നോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്നാണ്. സഭയെ പറ്റിയുള്ള ഒറ്റവാക്യമാണ്. അതാണ്ട് ഇടതുപക്ഷത്തിന് മാത്രം നിലകൊള്ളുന്നില്ല. നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, ഇടതുപക്ഷത്തിന് യാക്കോബ സഭ എന്ന് പറഞ്ഞു. അത് ശരിയല്ല, അങ്ങനെയല്ല. തിത്തി ബാബ പറഞ്ഞിട്ടുണ്ട്. തിത്തിയല്ല, ബാബ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ബാബ ശക്തമായി ഇത് പ്രസ്താവിച്ചിട്ടുണ്ട്. ക്ലിയറായല്ലോ? തുടങ്ങിക്കോട്ടെ. അടുത്ത സ്റ്റേഡിയത്തെ പറ്റിയാണ്. കൊച്ചിയിൽ ഇപ്പോൾ നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിലേക്ക് ഞങ്ങൾ അനുകൂലമാണ്. കൊച്ചിയിൽ നടക്കുന്ന സ്റ്റേഡിയ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ അനുകൂലമാണ്. 2006 ചേലാട് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കോംപ്ലക്സ് തുടക്കം കുറിച്ച ഒരു കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെതായ വീഡിയോ ഇപ്പോൾ കാണിക്കും. അതിൽ കൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങളോട് വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാണിച്ചു സ്റ്റേഡിയത്തിൻ്റെ പ്ലാനും. കൊച്ചിയിലെ സ്റ്റേഡിയത്തിന് ഞങ്ങൾ എതിരല്ല. 2006 ഈ സ്റ്റേഡിയത്തിന് രൂപകൽപ്പന കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാ വിവരങ്ങളും, സ്റ്റേഡിയവും അതിനുള്ള സ്ഥലങ്ങളും അതിനുള്ളതായ ഫണ്ടുകളും അതിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ആ സ്റ്റേഡിയത്തിന് ഗവൺമെൻറ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 1 കോടിയാണ് സ്റ്റേഡിയത്തിൻ്റെ ടോട്ടൽ കോടി. ഈ കാണുന്നതാണ് നിർദ്ദിഷ്ട ചേലാട് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിനായി കണ്ടെത്തിയിട്ടുള്ള ഭൂമി. ഇതിൻ്റെ അന്വേഷണം കനാലാണ്. അതോടൊപ്പം തന്നെ വിശദമായി ഇതുകൊണ്ടുള്ള സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ അനുവദിച്ച സ്റ്റേഡിയമാണ്. അതിൻ്റെ പണികൾ ആരംഭിച്ച് പാറയെല്ലാം പൊട്ടിച്ച് പൊട്ടിയിട്ടിരിക്കുന്നത് ഇതിനുവേണ്ടി പൊട്ടിച്ചിട്ടുള്ള പാറകളാണ്. പാറകൾ ലേലം ചെയ്ത് കൊടുത്തുകൊണ്ട് ബാക്കി ഇങ്ങനെ കളിക്കലാണ്. ഇത് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് കൊച്ചിയിൽ നടക്കുന്നതായ മാർച്ച് ഇവിടെ നടത്താനായിരുന്നു. ഇതിന് ഈ സ്റ്റേഡിയത്തിന് 5.65 കോടി, 3 കോടിയും 4.3 കോടി രൂപയും മറ്റ് പ്രവർത്തനങ്ങൾക്കായി സ്വിമ്മിംഗ് പൂള്, പെരിയാർ വാലിയിൽ നിന്നുള്ള നാച്ചുറൽ ഫ്ലോയിലുള്ള വെള്ളം, എയർപോർട്ടിൽ എയർപോർട്ടിൽ നിന്നുള്ള ഇതും റെയിൽവേയും, അതുപോലെ ഏറ്റവും ഇതുപോലൊരു ഏരിയ വേറൊരു സ്ഥലത്ത് കേരളത്തിലില്ല.
എയർപോർട്ടിൽ നിന്ന് വളരെ ഷോർട്ടായിട്ട് വരാവുന്ന ദൂരം. കൊച്ചിയിലേക്ക് എത്തുന്നതിനേക്കാൾ സമയക്കുറവുകൊണ്ട് ഈ സ്റ്റേഡിയത്തിലെത്താം. മാത്രമല്ല ഈ ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നതായ സ്റ്റേഡിയത്തിന് 70 കോടിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ തടസ്സക്കാരല്ല. പക്ഷേ അന്ന് ഈ സ്റ്റേഡിയം ഉണ്ടാക്കണമെങ്കിൽ 24 കോടിയുടെ അന്നത്തെ എസ്റ്റിമേറ്റ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് അന്നത്തേക്കാൾ 22-ൽ വന്നപ്പോൾ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആ ചേഞ്ചസ് മാത്രമേ അവിടെ ചെയ്താൽ മതിയായിരുന്നു. ചെയ്തെങ്കിൽ ഇന്നിപ്പോൾ കൊച്ചിയിൽ നടക്കില്ല, കൊച്ചി സ്റ്റേഡിയം പറ്റില്ല എന്ന് പറഞ്ഞ് പോയോ എല്ലാം ആ സ്റ്റേഡിയത്തിൽ കളിച്ചാണ്. ഇത് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 70 കോടി മുടക്കുന്ന സമയത്ത് എൻ്റെ പകുതി അന്ന് മുടക്കിയാൽ മതിയായിരുന്നു. കേരളത്തിന്റെ തലസ്ഥാനമാണ് കോതമംഗലം. കോതമംഗലത്തിന് പല വിധത്തിലുള്ള വിശേഷതകളുമുണ്ട്. ഈ സ്റ്റേഡിയത്തിനോട് ചേർന്നാണ് ഇപ്പോൾ കായിക താരങ്ങൾക്ക് ആരോഗ്യപരമായ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ദന്ത കോളേജ് ചേർന്ന് തന്നെയുണ്ട്. അതോടൊപ്പം അടുത്തായ ആയുർവേദ മെഡിക്കൽ കോളേജുണ്ട്. തുടങ്ങിയ ഫെസിലിറ്റിയോടുകൂടിയ മറ്റ് ആശുപത്രികൾ ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കോതമംഗലം. കോതമംഗലത്തിൻ്റെ വിശേഷത്തെപ്പറ്റി കൂടുതൽ പറയേണ്ടത് ഇല്ലേ. കോതമംഗലം ഒരു സമയത്ത് കായിക താരങ്ങളുടെ സംസ്ഥാനമായിരുന്നു കോതമംഗലം. കോതമംഗലത്തിന് തന്നെ MA കോളേജിൻ്റെ വിശാലമായ സ്റ്റേഡിയവും സ്വിമ്മിംഗ് പൂളുമുണ്ട്. അതുകൂടാതെ ഗവൺമെൻറ്റിൽ നിന്നും അനുവദിച്ചിട്ടുള്ളതായ സെൻറ്റ് ജോർജും മാർബേഴ്സ് സ്റ്റേഡിയങ്ങൾ തുടങ്ങിയതായ എല്ലാ സൗകര്യങ്ങളും കോതമംഗലത്തുണ്ട്. ഇതുപോലെ ഒരു സ്ഥലം വേറെ ഒരു സ്ഥലത്തും ഇല്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ എൻ്റെ വിശ്വാസം. ആരെങ്കിലും അതേപ്പറ്റി ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആരെങ്കിലും കാണിക്കെങ്കിൽ ഞാൻ ഇത്ര സൗകര്യപ്രദമായി എല്ലാ രീതിയിലും ഉൾക്കൊള്ളുന്നതായ സ്റ്റേഡിയമാണ് അന്ന് വിഭാവനം ചെയ്ത് പണി തുടങ്ങി. അതിൻ്റെ സ്റ്റാർട്ടിങ്ങെല്ലാം കഴിഞ്ഞു. ആ ടെൻഡർ വിളിച്ചു, സ്ഥലങ്ങളെടുത്തു, സ്റ്റേഡിയത്തിൻ്റെ സ്ഥലം നിരപ്പാക്കി, ചുറ്റുമതിലിനോട് തറയിട്ടു. ഇത്രയും വന്നപ്പോഴത്തേക്കും കലാറുകാരന് അല്പം സ്ഥലം കിട്ടാതെ വന്നുകൊണ്ട് കലാറുകാരൻ അത് ഉപേക്ഷിച്ചു. പക്ഷെ ഉള്ളത് തന്നെ സ്ഥലവും എല്ലാം ശരിയായി. അതിന് ശേഷം 10 വർഷമായിട്ട് ഈ ഗവൺമെൻറ് ആ സ്റ്റേഡിയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 10 വർഷമായി ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ UDF ഗവൺമെൻറ് വന്നപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു.
പക്ഷേ ഈ 10 വർഷമായിട്ട് ഗവൺമെൻറ് ഈ സ്റ്റേഡിയത്തിന് അനങ്ങിയിട്ടില്ല. ഈ സ്റ്റേഡിയം നശിപ്പിക്കുന്നതിന് വേണ്ടി ആ സ്റ്റേഡിയത്തിൽ അനുവദിച്ചിരുന്ന സ്ഥലത്ത് ഒരു കെട്ടിടം ഇപ്പോൾ പോളിടെക്നിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ആവശ്യത്തിന് വിശാലമായ സ്ഥലം അവിടെ ഉണ്ട്. കുറച്ച് സ്ഥലം കൂടി അക്വയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഇനി വരുള്ളൂ. ഇനിയെങ്കിലും ഈ ഇടതുപക്ഷ ഗവൺമെൻറ് 10 വർഷമായിട്ട് അനങ്ങാതിരുന്ന വരുന്ന ഗവൺമെൻറ് അത് കുറച്ച് സ്ഥലം കൂടി എടുക്കേണ്ടി വരും. എടുത്ത് ഈ സ്റ്റേഡിയം പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഒന്ന്, കോതമംഗലത്ത് പൂത്താങ്കെട്ട് എന്ന സ്ഥലത്ത് വളരെ ആദ്യമായി അന്ന് അനുവദിച്ചതായ തുക 19 കോടി 5 കോടി രൂപയും കൂടാതെ പില്ലർ ബലപ്പെടുത്തുന്നതിനും പഴയ ഷട്ടറുകൾ ഉയർത്തുന്നതിനും 1.14 കോടിയും പഴയ ഷട്ടറുകൾ റിപ്പയർ ചെയ്യുന്നതിന് 18 കോടി 55 ലക്ഷം, ഇലക്ട്രിക് വർക്കുകൾക്കായി 1 കോടി 42 ലക്ഷവും അനുവദിച്ചു. അന്ന് ഇത്രയും ഇതിലുണ്ടോ? അത് ഇല്ല. അന്ന് ഇത്രയും ചെയ്തിലും ഇതെടുത്ത് കാണിക്കുക. ഇത് കാണിച്ചാൽ അതാണ് കാണിച്ചത്. അന്ന് ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഷട്ടറൊന്നും പൊങ്ങില്ലായിരുന്നു. അതുപോലെ തന്നെ പില്ലർ ബലപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ പാലം അടിച്ചു പോയിക്കൊണ്ടേന്. അതോടുകൂടി ആ പ്രദേശം എല്ലാം മുങ്ങിപ്പോയിക്കൊണ്ടേന്. ഇതാണ് അതിൻ്റെ പൂത്താങ്കെട്ടിന്. അതുപോലെ തന്നെ അവിടുത്തെ ഇലക്ട്രിക്കൽ ഇതിനു വേണ്ടി വലിയ ഒരു തുക മുടങ്ങിക്കിടന്ന ഇത് സ്റ്റാർട്ട് ചെയ്തു. 24 മെട്രോ ഇതുണ്ടാകും. ഇത് ടെൻഡർ ചെയ്യിപ്പിച്ചു, വർക്ക് തുടങ്ങി. ഈ ഗവൺമെൻറ് ഒന്നോടുകൂടി സ്തംഭനാവസ്ഥയിലായിരിക്കുക. അതിനെ പൂത്താങ്കെട്ടിൻ്റെ വികസനം ആകെ നശിച്ചിരിക്കുകയാണ്. അതാണ് ഒരു കാര്യം ഉള്ളത്. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, പൂത്താങ്കെട്ടിനെ പറ്റി ഞാൻ കൂടുതൽ സമയം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്തത് PWD കോംപ്ലക്സാണ്. കേരളത്തിലെ ഏക ട്രെയിനിങ് സെൻ്ററായി, എൻജിനീയേഴ്സിന് ട്രെയിനിങ് കൊടുക്കാനൊരു സെൻ്ററായി പല സ്ഥലത്തും നോക്കിയിട്ട് അവസാനം ഞാനത് കോതമംഗലത്ത് നേടിയെടുത്തു. കേരളത്തിലുള്ള എല്ലാ എൻജിനീയേഴ്സിനും ഞാൻ MLA ആയിരിക്കും. എല്ലാ എൻജിനീയേഴ്സിനും ട്രെയിനിങ് കൊടുക്കുവാൻ പണ്ട് സായിപ്പിൻ്റെ കാലത്തും 8 ഏക്കർ സ്ഥലം പെരിയാറിനോട് ചേർന്ന് നീലിമാനത്ത് ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള കോംപ്ലക്സ് പണിയുന്നതിനുള്ള എല്ലാ സംവിധാനവും ചെയ്തു. കോംപ്ലക്സ് പണിതു. എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം അതിൻ്റെ ബിൽഡിംഗ് എല്ലാം തീർന്നെങ്കിലും അതിൻ്റെ പ്രവർത്തന ശരിയായി പ്രവർത്തിക്കുന്നില്ല. അവിടെ പ്രവർത്തിച്ച തൃശ്ശൂരുള്ള അതുപോലെ അവിടെ നടത്താം. എല്ലാ ട്രെയിനിങ് കൊടുക്കാവുന്ന പെരിയാറിനോട് ചേർന്നുള്ള സ്ഥലം. എല്ലാവർക്കും കുളിക്കാനും മുക്കാനും ഉള്ള സൗകര്യമുണ്ടാകും. ഈ ഒരതിർത്തി പെരിയാറാണ്. ഇതാണ് നീലമംഗലത്തുള്ള ഒരു കോംപ്ലക്സിൻ്റെ ഏക ട്രെയിനിങ്. എല്ലാ എൻജിനീയേഴ്സിനും ട്രെയിനിങ് കൊടുക്കാനുള്ള നിമിത്തമാണ് 35 കോടി രൂപയാണ് അതിന് അനുവദിച്ചിരുന്നത്. പിന്നെ കൂടാതെ കാക്കനാട് ബൈപ്പാസ്, കോതമംഗലം ബൈപ്പാസ്, കാക്കനാട് കോതമംഗലം റോഡ് വാഹനം ചെയ്ത് എൻ്റെ കാലത്ത് ഞാൻ LDF ഗവൺമെൻറ്റിലിരിക്കുമ്പോഴാണ്, ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ്. പക്ഷേ അന്ന് ഗവൺമെൻറ്റിനെ കൊണ്ട് 48.5 കോടി രൂപ അനുവദിച്ചു. 26 കിലോമീറ്റർ കൊണ്ട് അത്
കൊച്ചിയിൽ നിന്ന് നേരെ വന്ന് എത്താവുന്ന ഒരു റോഡാണ് വിഭാവനം ചെയ്തിരുന്നത്. ആ റോഡ് എൻ്റെ കാലത്ത് കുറേ ഭാഗം തീർത്തു. ബാക്കി ഇപ്പോൾ ഇതുവരെയും തീർക്കാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. അത് എത്രയും വേഗം ഗവൺമെൻറ്റിന് ഈ ഗവൺമെൻറ്റിൻ്റെ 10 വർഷത്തേതുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇനി വരുന്ന ഗവൺമെൻറ് അത് പൂർത്തീകരിക്കണം ആണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്.